കുമ്പള ടൗണിൽ നിർമ്മിച്ച് തുറന്നു നൽകിയ ടേക്ക് എ ബ്രേക്ക് കെട്ടിടത്തിൽ വെള്ളം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഒരുക്കാതെ പഞ്ചായത്ത്. അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഒരുക്കാതെ ദിവസങ്ങൾക്ക് മുൻപ് മന്ത്രിയെക്കൊണ്ട് കെട്ടിടം ഉദ്ഘാടനം നടത്തിച്ചു. കുമ്പള ടൗണിൽ നിർമ്മിച്ച ടേക്ക് എ ബ്രേക്ക് കെട്ടിടം വെള്ളിയാഴ്ചയാണ് തദ്ദേശ വകുപ്പ് മന്ത്രി കെ.എം. ഷാജി ഉദ്ഘാടനം ചെയ്തത്. എന്നാൽ ഉദ്ഘാടനം കഴിഞ്ഞിട്ടും ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത നിലയിലാണ് ടേക്ക് എ ബ്രേക്ക് കെട്ടിടം. ശുചിമുറിയിൽ പോലും വെള്ളമടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയിട്ടില്ല. കെട്ടിട നിർമ്മാണം മാസങ്ങൾക്ക് മുൻപ് പൂർത്തിയാക്കിയെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി തുറന്നു നൽകാത്തതിനെതിരെ പ്രതിഷേധമുയർന്നിരുന്നു. ഇതോടെ UDF ഭരിക്കുന്ന കുമ്പള ഗ്രാമപഞ്ചായത്ത് തദ്ദേശ വകുപ്പ് മന്ത്രിയെക്കൊണ്ട് കെട്ടിടം ഉദ്ഘാടനം ചെയ്യിക്കുകയായിരുന്നു. ജനങ്ങളെ കബളിപ്പിക്കാനാണ് കുമ്പള ഗ്രാമപഞ്ചായത്ത് കെട്ടിടം ഉദ്ഘാടനം ചെയ്തതെന്ന് CPIM കുമ്പള ഏരിയ സെക്രട്ടറി CA സുബൈർ പറഞ്ഞു. ആ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് ഇന്ന് ആഴ്ചകൾ പിന്നിടുമ്പോഴും അത് ഉപയോഗിക്കാൻ കഴിയാത്ത നിലയിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. കാരണം അവിടെ വരുന്ന പ്രാഥമിക കൃത്യനിർവഹണം നിർവഹിക്കാൻ എത്തുന്ന ആളുകൾക്ക് പ്രധാനമായി വേണ്ടത് വെള്ളമാണ്. അവിടെ ഇതുവരെ വെള്ളത്തിനാവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തിട്ടില്ല. അത് നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കരാറ് വിളിച്ച് അതിനാവശ്യമായിട്ടുള്ള ആളുകളെ നിയമിച്ചിട്ടില്ല. ഒന്നും ചെയ്യാതെ ഒരു കെട്ടിടം നിർമ്മിക്കുകയും ആ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യുന്ന ഒരു നിലയാണ് കുമ്പള പഞ്ചായത്ത് സ്വീകരിച്ചിട്ടുള്ളത്. പഞ്ചായത്ത് നേരത്തെയും ഇതുപോലെ നിരവധി ശൗചാലയങ്ങൾ കുമ്പള പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങൾ നിർമ്മിക്കുകയും അത് 2 വർഷം കഴിയുമ്പോൾ വീണ്ടും പൊളിച്ചു മാറ്റുകയും ചെയ്യുന്ന ഒരു നിലയാണ്. ഇപ്പോൾ തത്വത്തിൽ അത് സംഭവിക്കാൻ വേണ്ടി പോകുന്നത് ഒരു സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമായി അത് മാറാൻ വേണ്ടി പോകുമോ എന്നൊരു സംശയം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ശക്തമായ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ CPIMന്റെ നേതൃത്വത്തിൽ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത്. കെട്ടിടത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട നേരത്തെ ക്രമക്കേടുകൾ നടക്കുന്നതായി ആരോപണമുയർന്നിരുന്നു. സംഭവത്തിൽ വിജിലൻസിനും പരാതി നൽകിയിട്ടുണ്ട്. ടേക്ക് എ ബ്രേക്ക് നടത്തിപ്പിനായി നിലവിൽ ടെൻഡർ വിളിക്കുകയോ ഏതെങ്കിലും ഏജൻസികൾക്കോ വ്യക്തികൾക്കോ കരാർ നൽകുകയോ ചെയ്തിട്ടില്ല. ആയിരക്കണക്കിന് ജനങ്ങൾ ദിവസേന എത്തുന്ന നഗരത്തിൽ ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച കെട്ടിടം അടിസ്ഥാന സൗകര്യമൊരുക്കി ഉപയോഗയോഗ്യമാക്കിയില്ലെങ്കിൽ ശക്തമായ ജനകീയ പ്രക്ഷോഭം ഉയർത്തിക്കൊണ്ടുവരാനാണ് CPIM തീരുമാനം. കൈരളി ന്യൂസ്, കാസർഗോഡ്.